സുന്ദരി എന്ന ചിത്രത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ചിത്രങ്ങളുടെ കാര്യം എന്തായി എന്ന് പലരും കമൻ്റായിട്ട് ചോദിക്കാറുണ്ട്. അതിലെ ഒന്നാണ് നമ്മുടെ ദിലീപിൻ്റെ തിരിച്ചുവരവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രിൻസ് ആൻഡ് ദ ഫാമിലി. മറ്റൊന്ന് സർക്കിട്ട് എന്ന് പറയുന്ന ആസിഫ് അലിയുടെ മൂന്നാമത്തെ ഹാട്രിക് അടിക്കാൻ ഒരുങ്ങി വന്ന സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രം. അതുപോലെ പടക്കളം, ഫുരാജ് ബെഞ്ഞാമൂരും ഷറഫുദ്ദീനും ഒക്കെ അഭിനയിച്ച ചിത്രം. ഈ മൂന്ന് ചിത്രങ്ങളിലെയും കളക്ഷൻ എന്തായി എന്ന് പലരും ചോദിക്കാറുണ്ട്. കളക്ഷൻ്റെ കാര്യത്തിൽ വലിയ വർധനവൊന്നും ഈ ചിത്രങ്ങളൊന്നും നേടുന്നില്ല എന്നുള്ളതാണ് സത്യമായൊരു കാര്യം. 8-ാം തീയതിയാണ് 2 ചിത്രങ്ങൾ റിലീസായത്. ഒന്ന് താമർ സംവിധാനം ചെയ്ത വലി നായകനായ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടിയെങ്കിലും കളക്ഷൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വർധനവും ഉണ്ടാക്കാൻ ആ ചിത്രത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകം നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് അവധി ദിവസമായ ശനിയാഴ്ച, ഞായറാഴ്ചത്തെ കാര്യം എന്താണെന്നറിയില്ല. ഞായറാഴ്ച അല്പം വർധനവ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സർക്കിട്ടിൻ്റെ കളക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ വന്ന കളക്ഷൻ പ്രകാരം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഏകദേശം 3 ദിവസം കൊണ്ട് ഈ ചിത്രം നേടിയത് 1,09,00,000 രൂപ മാത്രമാണ് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇന്നലെ ഈ ചിത്രം നേടിയത് 40 ലക്ഷം രൂപ നേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന ട്രാക്കർമാർ നമുക്ക് തരുന്ന കണക്കും പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ വലിയുടെ ചിത്രം വലിയ പ്രതീക്ഷയോട് നമ്മൾ നോക്കിക്കണ്ട ഒരു ചിത്രമാണ്. മികച്ച ഒരു പ്രതികരണം തന്നെയാണ് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ചെറിയ ലാഗ് ഉണ്ടെങ്കിലും ആ ചിത്രം മികച്ചൊരു ചിത്രം തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ അത് തിയേറ്ററിൽ വിജയിക്കുമോ എന്നുള്ളത് ഇപ്പം സംശയത്തിൻ്റെ കാര്യത്തിൽ നിൽക്കുകയാണ്. കാരണം അവധി ദിവസം പോലും ഈ ചിത്രം യാതൊരു ചലനവും സൃഷ്ടിക്കാതെ മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. അപ്പോൾ ഞായറാഴ്ച ദിവസം ഈ ചിത്രം വർധനം ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ഒരു 50 ലക്ഷം രൂപയെങ്കിലും കളക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുക മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഏതായാലും കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ മനസ്സിലാകൂ. ടിക്കറ്റ് ബുക്കിങ്ങിലും വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. 9,000 ടിക്കറ്റ് എടുത്ത് മാത്രമേ 24 മണിക്കൂർ കൊണ്ട് സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രം വിറ്റ് മാറുന്നുള്ളൂ എന്നതും നമ്മൾ നോക്കിക്കാണണം. തിരിച്ചുവരവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന ചിത്രം കുടുംബ പ്രേക്ഷകരെ ആകർഷിച്ച് മുന്നേറുന്ന ചിത്രം എന്ന് പറയുന്നെങ്കിലും ടിക്കറ്റിൻ്റെ ബുക്കിങ്ങിൽ വലിയ മികച്ച ഒരു മുന്നേറ്റമൊന്നും നമ്മൾ കാണുന്നില്ല. ഏകദേശം 2,670 ടിക്കറ്റാണ് മണിക്കൂറിൽ ഇത് വിറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചിത്രം വലിയ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ആ ലെവലിലേക്ക് എത്താൻ ഈ ചിത്രത്തിന് കഴിയുന്നില്ല. പക്ഷേ മറ്റ് 2 ചിത്രങ്ങളെ അപേക്ഷിച്ച് ഒരു മികച്ച കളക്ഷനിലേക്ക് മാറുന്നുണ്ട്. ഏകദേശം 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ എല്ലാ ദിവസവും ഇത് നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ ചിത്രം നേടിയത് 1,05,00,000 രൂപയാണ്. അങ്ങനെ ടോട്ടലാക്കിയിട്ട് 2 കോടിക്കടുത്ത് കേരളത്തിൽ നിന്ന് 2 ദിവസം കൊണ്ട് ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ചിത്രങ്ങളെ അപേക്ഷിച്ച് മികച്ചൊരു കളക്ഷനായിട്ട് തന്നെ നമ്മൾ തോന്നുന്നു. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഈ ചിത്രങ്ങളിലെ ഒന്നും കളക്ഷൻ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകമായ കാര്യമാണ്. അപ്പം പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന ദിലീപിൻ്റെ ചിത്രം വിജയമാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഈ ചിത്രങ്ങളെല്ലാം ഈ ശനിയാഴ്ചയും ഞായറാഴ്ച അവധി ദിവസമാണ്. പരമാവധി കളക്ഷൻ നേടുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഘടകം. പക്ഷേ അത് എന്തുമാത്രം വിജയിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഏതായാലും ദിലീപ് ചിത്രത്തിന് ഇന്നും ഇന്നലത്തെ പോലെ തന്നെ ഒരു 1.25 കോടി രൂപ എങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. മറ്റൊരു ചിത്രമാണ് പടക്കളം എന്ന ചിത്രം. പടക്കളം എന്ന ചിത്രം എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ചിത്രങ്ങളിലെ നമ്മൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊന്നും സഫലമാകുന്നില്ല. പക്ഷെ പടക്കളം എന്ന ചിത്രം 1,350 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഫുരാജ് ബെഞ്ഞാമൂരും ഷറഫുദ്ദീനും മുഖ്യ കഥാപാത്രമായ ഒരു ചിത്രം. അതുപോലെ മനു ഫരാജ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ. എല്ലാം കൊണ്ടും ഈ ചിത്രം ശ്രദ്ധേയമായ പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് പൊട്ടിച്ചിരിക്കാനുള്ള ചില അവസരങ്ങൾ ഈ ചിത്രത്തിന് ഉണ്ട് എന്നുള്ളതും പ്രത്യേകം എടുത്തു കാണണം. അപ്പം സർക്കിട്ട് എന്ന ചിത്രത്തിനെ അപേക്ഷിച്ച് മികച്ച ബുക്കിംഗ് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച കളക്ഷനും ഈ ചിത്രം നേടുന്നുണ്ട്. ഏകദേശം 80 ലക്ഷത്തിന് മുകളിൽ ഇന്നലെ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ 1,48,00,000 3 ദിവസം കൊണ്ട് ഈ ചിത്രം കളക്ട് ചെയ്തു. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ചിത്രങ്ങളുടെയും കളക്ഷൻ പുറത്തു വന്നിട്ടില്ല.
പക്ഷേ ഈ ചിത്രങ്ങളെല്ലാം നൂൽപ്പാലത്തും കണക്കാണ് ഇപ്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം വർക്കിംഗ് ഡേയിൽ ഈ ചിത്രത്തിനൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അടുത്ത ആഴ്ചയും പുതിയ പുതിയ ചിത്രങ്ങൾ വരുന്നുണ്ട്. പുതിയ പുതിയ ചിത്രങ്ങൾ വരുമ്പോൾ തിയേറ്ററുകൾ വേണമ്പോൾ ഈ ചിത്രങ്ങളെല്ലാം മാറ്റി പുതിയ ചിത്രങ്ങൾ എടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. മറ്റൊരു ചിത്രമാണ് തുടരും. ടിക്കറ്റ് ബുക്കിങ്ങിലും കളക്ഷൻ കുതിപ്പ് തുടരും എന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് ഏതായാലും മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ചിത്രങ്ങളുടെ എല്ലാം ഭാവി എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച തന്നെ നിശ്ചയിക്കും എന്ന് തന്നെ തോന്നുന്നുണ്ട്. ഇതൊരു വൻ വിജയം. തിയേറ്ററിൽ നിന്ന് ഇതൊക്കെ മുടക്കുമുതൽ തിരിച്ചു കിട്ടുമോ എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ചിത്രങ്ങൾ, എല്ലാ ചിത്രങ്ങളും പൊതുവെ നല്ല അഭിപ്രായം നേടിയ ചിത്രങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് പരാജയത്തിൻ്റെ കൈപ്പിതിയിൽ അണിയാൻ പോകുന്നു എന്ന് പറയാനുള്ള ഒറ്റൊരു കാരണമേ ഉള്ളൂ. ഈ ചിത്രങ്ങളെല്ലാം ഇറങ്ങിയത് തെറ്റായ ഒരു സമയത്താണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം തുടരും എന്ന ചിത്രത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമാണെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലാവസ്ഥയിൽ വിജയിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും തുടരും എന്ന ചിത്രം രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ പോയി കാണുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതുപോലെ കുടുംബ പ്രേക്ഷകർ ഒരു ചിത്രം കാണാൻ അവർ മാസത്തിൽ ചിലപ്പോൾ ഒരു ചിത്രമായിരിക്കും കാണുന്നത്. അത് അവർ തുടരും എന്ന ചിത്രം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ലേ, മറ്റ് ചിത്രങ്ങൾ തുടരും എന്ന ചിത്രത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്നു എന്ന് പേര് കേൾപ്പിച്ചാൽ മാത്രമേ ആ ചിത്രം വൻ വിജയമാകാനുള്ള സാധ്യതയുള്ളൂ. അതുതന്നെയാണ് ഈ ചിത്രങ്ങളെല്ലാം ബാധിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം.